വിഴിഞ്ഞത്ത് മത്സ്യബന്ധനത്തിന് പോയ 9 പേർക്കായി തിരച്ചിൽ തുടരുന്നു. സംസ്ഥാനം നേവിയുടെ സഹായം ആവശ്യപ്പെട്ടു. സർക്കാർ നേവിക്ക് കത്ത് നൽകി. കഴിഞ്ഞ ദിവസമാണ് കത്ത് നൽകിയത്. ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, പറയൂ. ബോട്ടുകളിൽ 4 എണ്ണമാണ് തിരികെ എത്തിയിട്ടുള്ളത്. ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ അതിൽ 9 പേർ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. ഇന്നലെ രാത്രി മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ തീരസേനയും തിരച്ചിൽ നടത്തിയെങ്കിലും യാതൊരുവിധ തിരച്ചിലിന് ഫലമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അതിശക്തമായ കാറ്റും മഴയുമാണ് ഉൾക്കടലിൽ ഇന്നലെ ഉണ്ടായിരുന്നത്. ഇന്നും സമാന അവസ്ഥ തന്നെയാണ് തുടരുന്നത്. അതുകൊണ്ട് തന്നെ ചെറുവള്ളങ്ങളിൽ പോയി മത്സ്യത്തൊഴിലാളികൾ തിരച്ചിൽ നടത്തുന്നത് വളരെ ദുർഘടമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം തീരദേശ സേന നമ്മളോട് പറയുകയുണ്ടായി, അവർ കഴിയുന്നത്ര തിരച്ചിൽ തുടരുകയാണ്. എന്നാൽ ഈ ഒരു കാലാവസ്ഥ, പ്രതികൂലമായ ഒരു കാലാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തിരച്ചിൽ ഒട്ടും ഈ സമയത്ത് തിരച്ചിൽ ഒട്ടും പറ്റുന്ന ഒരു കാര്യമല്ല എന്നും പറഞ്ഞു. ഇപ്പോൾ നേവിയുടെ സഹായം ആവശ്യപ്പെട്ടിരിക്കുകയാണ് സംസ്ഥാനം. സർക്കാർ നേവിക്ക് ഇന്നലെ കത്ത് നൽകിയിരുന്നു. കത്തിൽ പറയുന്നത് തങ്ങൾക്ക് തിരച്ചിൽ നടത്താനുള്ള സംവിധാനങ്ങളും അതുപോലെ തന്നെ ഈ ഒരു പ്രതികൂലമായ സാഹചര്യത്തിൽ തിരച്ചിൽ നടത്തുക എന്ന് പറയുന്നത് വളരെ ദുർഘടമാണ്. അതുകൊണ്ട് നേവിയുടെ സഹായം തങ്ങൾക്ക് ആവശ്യമാണ് എന്നാണ് സംസ്ഥാനം ഇപ്പോൾ നേവിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുവരെ യാതൊരുവിധ മറുപടി ഇതിൽ നിന്ന് ലഭ്യമായിട്ടില്ല. എന്തായാലും മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളടക്കം എല്ലാവരും തന്നെ ഈ ഒരു തിരച്ചിലിന് വേണ്ടി ഇന്നലെ പോയിരുന്നു. പക്ഷേ ഒരു നേട്ടം അല്ലെങ്കിൽ ഒരുവിധ തരത്തിലുള്ള അപ്ഡേഷനും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തായാലും തിരച്ചിൽ ഇപ്പോഴും തീരദേശ സേന തിരച്ചിൽ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. രോഹിണി. ശരി, ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്.